ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഡീനിയം ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചാണ്. ഒരു അഡീനിയത്തിൽ 6 കളർ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെ, അഡീനിയം ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ, അതിനെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള അഡീനിയം. ഈ അഡീനിയത്തിൽ 6 ശിഖരങ്ങളുണ്ട്. ഈ 6 ശിഖരങ്ങളിൽ 6 കളറാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അഡീനിയത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ കളറാണെന്ന് കാണിക്കാം. ഈ കളർ ഒരു ഓറഞ്ച് കളറിൽ യെല്ലോ ഷെയ്ഡാണ്. ഇതൊരു മജന്ത കളറിൽ വൈറ്റ് ഷെയ്ഡാണ്. ഇത് യെല്ലോയിൽ മൾട്ടിപ്പിൾ ഷെയ്ഡാണ്. ഇത് യെല്ലോയിൽ മജന്ത ഷെയ്ഡാണ്. ഇതൊരു മെറൂണിൽ യെല്ലോ ഷെയ്ഡാണ്. ഇത് വയലറ്റ് കളറാണ്. ഇത്രയും കളറാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ആദ്യം ഇതുപോലെ 2.5 ഇഞ്ച് മുകളിലായി കമ്പുകൾ കട്ട് ചെയ്ത് മാറ്റുക. അതിനായി പുതിയ ബ്ലേഡ് തന്നെ എടുക്കണം. ഇങ്ങനെ എല്ലാ കമ്പുകളും കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ബാക്കി വരുന്ന ഇലകളെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഗ്രാഫ്റ്റിങ്ങിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് കൈ നല്ലവണ്ണം സാനിറ്റൈസർ ചെയ്യണം. അതിനുശേഷം ഇതുപോലെ ഒരു പുതിയ ബ്ലേഡ് എടുക്കണം. ഇത് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു വെച്ച ഡബിൾ പെറ്റലിൻ്റെ കമ്പാണ്. 1/2 ഇഞ്ച് നീളത്തിന് കട്ട് ചെയ്തെടുക്കണം. നേരത്തെ മുറിച്ച ഭാഗം ഒന്നും കൂടി കട്ട് ചെയ്ത് ക്ലിയർ ആക്കണം. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുത്തു വെച്ച അഡീനിയത്തിൻ്റെ കമ്പ് മുറിച്ച ഭാഗം ഒന്നും കൂടി ക്ലിയറായി മുറിച്ച് എടുക്കണം. നമ്മൾ വഡ് ചെയ്യാൻ എടുത്തു വെച്ച സയോൺ കമ്പ് അതിൽ കറക്റ്റായി വെക്കണം. മുറിഞ്ഞ ഭാഗത്ത് നമ്മൾ വിരൽ കൊണ്ട് തൊടാൻ പാടില്ല. ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് ബഡ്ഡിംഗ് ടേപ്പ് 2 ഇഞ്ച് നീളത്തിന് മുറിച്ചെടുത്ത് ഇതുപോലെ വെച്ച് താഴോട്ട് വലിച്ചു പിടിച്ചതിന് ശേഷം റബ്ബർ ബാൻഡ് എടുത്ത് നല്ലോണം ചുറ്റി ഇടുക. അങ്ങനെ നമ്മൾ ഒരു കമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ കമ്പും ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാൻ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്ന കമ്പ് തല തിരിഞ്ഞു പോകരുത്. കറക്റ്റായി നോക്കിയിട്ട് വേണം വയ്ക്കാൻ. അതുപോലെ തന്നെ അഡീനിയത്തിൻ്റെ ബഡ് ചെയ്യുന്ന കമ്പും ഗ്രാഫ്റ്റ് ചെയ്യുന്ന സയോണും ഒരേ കനമുള്ളതായിരിക്കണം. സയോൺ കനം കൂടാൻ പാടില്ല. ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സയോണിൽ ഇല പൊഴിഞ്ഞ 2 നോഡെങ്കിലും വേണം. എല്ലാ ഗ്രാഫ്റ്റ് ചെയ്യുന്ന കമ്പുകളും ഒന്നും കൂടി മുറിച്ച് ക്ലിയർ ആക്കണം. അങ്ങനെ രണ്ടാമത്തെ ഗ്രാഫ്റ്റിങ്ങും കഴിഞ്ഞു. ഇനി ബാക്കി കമ്പുകൾ കൂടി ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ എല്ലാ കമ്പുകളും ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു കമ്പ് മുറിച്ച് നട്ട അഡീനിയമാണ്. 1.5 വർഷം കഴിഞ്ഞു. കോഡെക്സ് നല്ലവണ്ണം കോഡെക്സ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ 3 കളർ ഗ്രാഫ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ സിയോൺ കമ്പിൻ്റെ മുകളിൽ കാണുന്ന നീല കളർ സാഫ് പുരട്ടി വെച്ചതാണ്. അതിൻ്റെ മുകൾ ഭാഗം മാത്രമേ സാഫ് പുരട്ടിയിട്ടുള്ളൂ. അങ്ങനെ 3 സിയോണും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബഡ്ഡിംഗ് ടേപ്പ് വെച്ച് ഇതുപോലെ താഴോട്ട് വലിച്ച് പിടിച്ച് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇതിന് തിളർപ്പ് വന്നതിന് ശേഷം അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച അഡീനിയം ഇതുപോലെ കവറിട്ട് വയ്ക്കാം. കവർ ഇടണമെന്ന് നിർബന്ധമില്ല. കവറിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ കിളിർപ്പുകളുണ്ടാകും. ഇതിന് മഴവെള്ളം വീഴാത്ത സ്ഥലത്തും വലിയ വെയിലടിക്കാത്ത സ്ഥലത്തും വയ്ക്കണം. ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച ബാക്കി അഡീനിയങ്ങൾ. ഇത് നമ്മൾ 20 ദിവസം മുൻപ്
ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച അഡീനിയമാണ്. നല്ല തിളിർപ്പുകളെല്ലാം വന്നിട്ടുണ്ട്, മുട്ടുകളും വന്നിട്ടുണ്ട്. ഇതിലാണ് മുട്ടുകൾ വന്നിട്ടുള്ളത്. നോക്ക്, ചെറിയ മുട്ടുകൾ. ഗ്രാഫ്റ്റ് ചെയ്ത് 20 ദിവസം കൊണ്ട് തന്നെ മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിലും വന്നിട്ടുണ്ട്, നോക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായി ഇനിയും വരാം. ഓക്കേ, ബൈ.